എല്ലാവർക്കും ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നൊരു ഇരുമ്പ് ചീനച്ചട്ടി എങ്ങനെ മയപ്പെടുത്തുന്ന വിധമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പം എല്ലാവരും ഈ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ആദ്യമായിട്ട് ഈ ഇരുമ്പ് ചീനച്ചട്ടി ഒന്ന് നമുക്ക് കഴുകിയെടുക്കാം. ആദ്യമായിട്ട് അപ്പോൾ ഒരു സോപ്പ് ലിക്വിഡ് വാഷും കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അതിനുശേഷം ഒരു വലിയൊരു പാത്രം എടുക്കുക. അതിലോട്ട് നമ്മുടെ ഇരുമ്പ് ചീനച്ചട്ടി അതിനകത്ത് വെക്കുക. അതിലോട്ട് ഞാൻ കഞ്ഞിവെള്ളം ഒഴിക്കുവാണ്. അങ്ങനെ ഇത് മുങ്ങി ഒരു ദിവസം മൊത്തം ഇതിനകത്ത് ഇരിക്കട്ടെ. അപ്പോൾ ഇടയ്ക്ക് നമ്മുടെ ഈ പിടിയിലെല്ലാം കൂടെ ഇങ്ങനെ കഞ്ഞിവെള്ളം ഒഴിച്ച് വെക്കണേ. കഞ്ഞിവെള്ളത്തിൽ മുക്കി വെച്ചേക്കുന്ന ഒരു ദിവസം കഴിഞ്ഞ് ഇരുമ്പ് ചീനച്ചട്ടി. അപ്പം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഈ ചട്ടി ഒന്ന് തുടച്ചു കൊടുക്കുവാണ്. അതിന് ശേഷം നമ്മൾ കുറച്ച് ഓയിൽ ഒഴിക്കാം. കഴുകിയിട്ട് ഞാനൊന്ന് ഓയിൽ അപ്ലൈ ചെയ്തായിരുന്നു. ഇനി കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ സവോള ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട് ഒന്ന് അതെടുത്ത് മാറ്റും. ഇനി അടുത്തത് കുറച്ച് ഓയിലിനകത്ത് മുട്ട. അപ്പോൾ അതേ ഞാൻ കടായി നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. അതിൻ്റെ അകത്തുള്ള വെള്ളമയൊക്കെ ഞാൻ തുടച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് ഓയിൽ ഒഴിക്കുവാണ്. എന്നിട്ട് നമ്മൾ ആ സവോളയും കൊണ്ടിങ്ങനെ സവോളയും കൂടെ ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അകം മാത്രം സവോളയും കൊണ്ട് അപ്ലൈ ചെയ്യുക. ബാക്കി കൈ കൊണ്ട് ഇതിൻ്റെ പിടിയും ഇതിൻ്റെ ബാക്ക് വശം എല്ലാം കൂടെ ഇങ്ങനെ. അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടി അങ്ങനെ മയപ്പെടുത്തുന്ന വിധം എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. എൻ്റെ ഇരുമ്പ് പാലപ്പച്ചട്ടിയാണ്. അത് ഇതേപോലെ തന്നെ ഞാൻ മയപ്പെടുത്തി എടുത്തേക്കുന്നതാണ്. എപ്പോഴും ഉപയോഗിച്ചതിന് ശേഷം നന്നായിട്ട് എണ്ണ പുരട്ടി അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെയാണ് ഈ ഇരുമ്പ് ചീനച്ചട്ടിയും നിങ്ങൾ ഉപയോഗത്തിന് ശേഷം നന്നായിട്ട് കഴുകിയില്ല. വെള്ളമയം എല്ലാം പോയതിന് ശേഷം നന്നായിട്ട് അകവും പോകുമെല്ലാം നന്നായിട്ട് ഈ എണ്ണ പുരട്ടി എപ്പോഴും വെക്കാനായിട്ട് ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാലാണ് ഇത് കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇത് തുരുമ്പ് കയറി പിടിച്ച് മോശമാകും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത റെസിപ്പിയായി വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.